ഹായ് കൂട്ടുകാർ, ഇന്ന് നമുക്ക് ചെടികളെ കുറിച്ചും ചെടിയുടെ ഭാഗങ്ങളെ കുറിച്ചും ഒന്ന് സംസാരിച്ചു നോക്കാം. നമുക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ വിവിധ തരം ചെടികളെ, സസ്യങ്ങളെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ചുറ്റുഭാഗത്ത് വലിയ സസ്യങ്ങളും എന്നാൽ വളരെ ചെറിയ സസ്യങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. വലിയ സസ്യങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ വൻമരങ്ങൾ, മാവ്, പ്ലാവ്, തേക്ക്, പുളി തുടങ്ങിയ വലിയ മരങ്ങൾ, അതുപോലെ തന്നെ അതിനേക്കാൾ ചെറിയ കുറ്റിച്ചെടികള്, വീടുകളിലൊക്കെ കാണാറുള്ള പേരമരം, ഇനി അതിന്റെ താഴെ അതിലും ചെറുത് ചെമ്പരത്തി, അതുപോലെയുള്ള മരങ്ങൾ, പയറുചെടി, വള്ളിച്ചെടി, ഇങ്ങനെ ഉള്ള ഒരു വിഭാഗം ചെടികളെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ചിത്രത്തിൽ കാണുന്നത് പോലെ മറ്റൊരു വിഭാഗം ചെടികളെയും നമ്മൾ കാണാറുണ്ട്. എന്താണ് അവയുടെ പ്രത്യേകത? ചില തരം ചെടികൾക്ക് കമ്പും ജില്ലയും ഒക്കെ ഉണ്ടെങ്കിൽ മറ്റു ചില ചെടികളിൽ ഒറ്റത്തടികളായിട്ടാണ് വളർന്നു പോകുന്നത്. അവയ്ക്ക് ഇടയ്ക്ക് ശിഖരങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. നമുക്ക് ആദ്യം ഈ ചെടികളുടെ ഭാഗങ്ങൾ ഏതെല്ലാമാണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. നോക്കൂ, ആദ്യം നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് ചെടികളുടെ വേരുകൾ. ഒരു വിഭാഗം ചെടികളുടെ വേര് നിങ്ങൾ നോക്കൂ. നല്ല വണ്ണമുള്ള ഒരു വേര് താഴേക്ക് പോയിരിക്കുന്നു. ആ വണ്ണമുള്ള വേരിൽ നിന്ന് ശിഖരങ്ങളായി വേറെ വേരുകൾ ഇങ്ങനെ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. തൊട്ടപ്പുറത്ത് നോക്കൂ, അത്തരം ചെടികൾ നമ്മൾ എവിടെയാണ് കാണാറുള്ളത്? നമ്മുടെ പറമ്പിൽ കാണുന്ന തെങ്ങ്, കമുക്, പന തുടങ്ങിയ ചെടികൾക്കൊക്കെ, മുള തുടങ്ങിയ ചെടികൾക്കൊക്കെ അത്തരം വേരുകളാണ് നമ്മൾ കാണാറുള്ളത്. ചെടിയുടെ ചുവട്ടിൽ നിന്നും നാര് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് വേരുകൾ. ചെടിയുടെ ചുവട്ടിൽ നിന്നും നാര് പോലെ ഭൂമിയിലേക്ക് വേരുകൾ ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. വേരിന് ബലമുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പുറത്ത് കാണുന്ന, ഈ വശത്ത് കാണുന്ന ചെടിയുടെ വേരിനെ പോലെ ഒരു പ്രധാന വേരും അതിന് ശാഖകളായി മറ്റു വേരുകളും കാണാനില്ല. അവിടെ എല്ലാ വേരുകളും പ്രധാന വേരുകൾ തന്നെയാണ്, അല്ലെ? എല്ലാ ചെടിയുടെ ചുവട്ടിൽ നിന്നും എല്ലാ വേരുകളും ഒന്നുകിൽ ശാഖാ വേരുകളാണ്, അല്ലെങ്കിൽ പ്രധാന വേരുകളാണ്, അല്ലെ? ചെടിയുടെ ചുവട്ടിൽ നിന്നും നേരെ താഴേക്കാണ് ഉഴുന്നിറങ്ങിയിട്ടുള്ളത്. ഏതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ തുടയ്ക്കുന്ന, നമ്മൾ കണ്ടിട്ടില്ലേ, വീട്ടിലെ അമ്മയൊക്കെ നിലം തുടയ്ക്കുന്ന ആ ഒരു നൂലിന്റെ തുടപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ അതിന്റെ ചുവട്ടിൽ നിന്നും താഴേക്ക് ഇങ്ങനെ വേരുകൾ ഇറങ്ങിപ്പോയിരിക്കുന്നു. അപ്പോ വേര് പടലം രണ്ട് വിഭാഗമുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ഭാഗത്ത് കണ്ടത് ഒരു പ്രധാന വേരാണ്, അതിന് ശാഖാ വേരുകളാണ്. ഈ പ്രധാന വേരിനെ നമ്മൾ വിളിക്കുന്നത് തായ്വേര് എന്നാണ്. അപ്പൊ തായ്വേര് പടലമുള്ള സസ്യങ്ങളുണ്ട്. അപ്പുറത്തോ നാര് പോലെയുള്ള വേരുപടലമാണ്, അതിനെ നമ്മൾ വിളിക്കുന്നത് നാരുവേര് പടലം എന്നാണ്. അപ്പൊ തായ്വേര് പടലമുള്ള സസ്യങ്ങളുണ്ട്, നാരുവേര് പടലമുള്ള സസ്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ പ്രധാന കാര്യം, സസ്യങ്ങളുടെ വേരുകൾ രണ്ട് വിഭാഗത്തിൽ, രണ്ട് തരത്തിൽ നമുക്ക് തരംതിരിക്കാം. ഇനി നമുക്ക് അതിൻ്റെ തണ്ട് അല്ലെങ്കിൽ കാണ്ഡം എന്ന് പറയും, അതിനെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യ വിഭാഗത്തിൽ തായ്വേര് പടലമുള്ള സസ്യത്തിന്റെ കാണ്ഡം നിങ്ങളൊന്ന് നോക്കിക്കേ. നല്ല ബലമുള്ള കാണ്ഡമാണ്, അല്ലേ? ആ കാണ്ഡത്തിന്റെ പ്രത്യേകത എന്താണ്? പുറത്ത് തൊലിയുണ്ട്. ആ തൊലിയുടെ അകത്ത് കുറച്ച് ഭാഗം കട്ടി കുറവുള്ളതാണ്, കനം അല്ലെങ്കിൽ ബലം കുറവുള്ളതാണ്. എന്നാൽ അതിന്റെ ഉൾഭാഗം നിറവ്യത്യാസമുണ്ട്. ചില സസ്യങ്ങൾക്കൊക്കെ, ചില ചെടികൾക്കൊക്കെ, ചില മരങ്ങൾക്കൊക്കെ നിറവ്യത്യാസമുണ്ട്. അതിന് കടുപ്പവും കൂടുതലുണ്ട്. ചില മരങ്ങൾക്ക് ഇങ്ങനെ നിറവ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ എങ്കിലും ഇതിന്റെ പുറം തടിയേക്കാൾ തടിയുടെ ഉൾഭാഗത്തിന് വളരെ ബലം കൂടുതലുണ്ടാവും. അത് തായ്വേര് പടലമുള്ള സസ്യങ്ങളുടെ പ്രത്യേകതകളാണ്. തായ്വേര് പടലമുള്ള സസ്യങ്ങളുടെ കാണ്ഡത്തിന് അല്ലെങ്കിൽ അതിന്റെ തടിക്ക് പുറം ഭാഗത്തുള്ളതിനേക്കാൾ ബലം അകത്ത് കാണും. തടിയുടെ ഉൾഭാഗത്തിന് ബലം കൂടുതലാണ്. നമ്മൾ നാടൻ ഭാഷയിൽ കാതലുള്ള ഭാഗം എന്നൊക്കെ പറയും. വീട് പണിക്കൊക്കെ വരുമ്പോൾ നമ്മൾ തേക്ക് മുറിക്കുമ്പോഴും വാഗ മുറിക്കുമ്പോഴും ഒക്കെ നമ്മൾ രക്ഷിതാക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, നല്ല കാതലുണ്ട് അല്ലെങ്കിൽ കാതൽ കുറവാണ് എന്നൊക്കെ പറയും. നല്ല കാതലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ കട്ടി കുറഞ്ഞ ഭാഗം കുറവാണ്, കാതലുള്ള ഭാഗമാണ് കൂടുതൽ. നേരെ അപ്പുറത്തേക്ക് നിങ്ങൾ നോക്കിക്കേ, നാരുവേര് പടലമുള്ള സസ്യങ്ങളുടെ കാണ്ഡമാണ് നിങ്ങൾക്ക് അവിടെ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. എന്താ അവയുടെ പ്രത്യേകത? അവയുടെ കാണ്ഡത്തിന് നമുക്കത് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം, ആ കാണ്ഡങ്ങൾക്ക് പുറംഭാഗത്തിനാണ് ബലം കൂടുതൽ. നിങ്ങൾ ആരെങ്കിലും തെങ്ങോ കമുകോ ഒക്കെ വീട്ടിൽ വെട്ടി മുറിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുളയോ ഒക്കെ. എന്താ, നമുക്ക് അതിലൊരു പ്രത്യേകതയുണ്ട്. മുളയുടെ ഉൾഭാഗത്ത് ഒരു ഓട്ടയാണ്, ഒരു ദ്വാരമാണ്, അല്ലെ? ഹോളോ ആണ്. പുറം ഭാഗത്തോ നല്ല കടുപ്പമുണ്ട്. കമുക് നമ്മൾ മുറിച്ചിട്ട് കുറച്ചു കാലം കഴിഞ്ഞാൽ അതിന്റെ ഉൾഭാഗം ദ്രവിച്ച് ഒരു ഓട്ടയായി മാറും. കാരണം എന്താ? ഉൾഭാഗത്തിന് ബലമില്ല. തെങ്ങും അതുപോലെ തന്നെയാണ്, പനയും അതുപോലെ തന്നെയാണ്. അവയുടെയൊക്കെ തടിയുടെ പുറംഭാഗത്തിനാണ് ഉൾഭാഗത്തേക്കാൾ കൂടുതൽ ബലമുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞത്, ഈ നാരുവേര് പടലമുള്ള സസ്യങ്ങളുടെ തടി, അതിന്റെ കാണ്ഡത്തിന്
പുറം ഭാഗത്താണ് ബലം കൂടുതലുള്ളത്, ഉൾഭാഗത്ത് ബലം കുറവാണ്. ഇനി നമുക്ക് ഇലകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാലോ. ഒന്നാമത്തെ വിഭാഗത്തിൽ പറഞ്ഞ ചെടിയുടെ ആ തരം ചെടികളുടെ കുറച്ച് ഇലകൾ നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം. നോക്കൂ, ഇത് ഏത് ചെടിയുടെ ഇലയാണ് പറയാൻ കഴിയുമോ? ഇത് ഏത് സസ്യത്തിൻ്റെ, ഏത് മരത്തിൻ്റെ ഇലയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയും? നന്നായിട്ട് നോക്കാം. ചില ആളുകളൊക്കെ പറഞ്ഞു ഇത് തേക്കിൻ്റെ ഇലയാണ്, തേക്ക് മരത്തിൻ്റെ ഇലയാണ്. നിങ്ങൾ ഇതിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നോക്കൂ, ഇതിൻ്റെ ഇലയുടെ ഞരമ്പുകളാണ് ഇത്, അല്ലേ? ഇലയുടെ ചുവട് ഭാഗത്ത് നിന്ന്, ഞെട്ടിയുള്ള ഭാഗത്ത് നിന്ന്, ഇലയുടെ ഞെട്ടിൻ്റെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഒരു പ്രധാനപ്പെട്ട സിരയുണ്ട്. അതിൽ നിന്ന് നോക്കൂ, ചെറിയ ശാഖാസിരകൾ ഇങ്ങനെ പോയിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ടതല്ലെങ്കിൽ പോലും വണ്ണമുള്ളത് തന്നെയാണ്. കണ്ടില്ലേ, എല്ലാത്തിലും ഉണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി അതിൻ്റെ ഈ രണ്ട് സിരകൾക്കിടയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വലക്കണ്ണികൾ പോലെയുള്ള ചെറിയ ചെറിയ സിരാവിന്യാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. വലക്കണ്ണികൾ പോലെയുള്ള ഈ രണ്ട് പ്രധാന സിരകൾക്കിടയിൽ വലക്കണ്ണികൾ പോലെയുള്ള ചെറിയ സിരകളെ നമുക്ക് കാണാൻ കഴിയും, ചെറിയ ഞരമ്പുകളെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരു ചെടിയുടെ ഇല അതിൻ്റെ ഞെട്ടിൽ നിന്നും അഗ്രഭാഗത്തേക്ക് രണ്ട് ഭാഗത്തേക്കും വരുന്നുണ്ട്. ഇതും അഗ്രമാണ്, ഇതും അഗ്രമാണല്ലോ അല്ലേ? ഞെട്ടിൽ നിന്നും അഗ്രഭാഗത്തേക്ക് പ്രധാന സിരകളും അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലക്കണ്ണി പോലെയുള്ള സിരകളുമുണ്ടെങ്കിൽ ഇത്തരം സിരാവിന്യാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജാലിക സിരാവിന്യാസം. അപ്പോൾ ഇത് ഇങ്ങനെ തായ്വേര് പടലമുള്ള സസ്യമാണ് തേക്ക്, നമുക്കറിയാം. തേക്കിൻ്റെ ഇലയുടെ സിരാവിന്യാസം ജാലിക സിരാവിന്യാസമാണ്. അതുപോലെ തന്നെ ഇത് നോക്കൂ, ഇത് മാവിൻ്റെ ഇലയാണ്. മാവിൻ്റെ ഇലയും നോക്കൂ, ഇതാണ് മാവിൻ്റെ ഇലയുടെ ഞെട്ട്. ഈ ഞെട്ട് ഭാഗത്ത് നിന്ന് അഗ്രഭാഗത്തേക്ക് ഒരു പ്രധാന സിര, അതിൽ നിന്നും ചെറിയ ശാഖാ സിരകൾ അങ്ങോട്ടും രണ്ട് വശത്തേക്കും പോയിട്ടുണ്ട്. ഈ രണ്ട് ശാഖാ സിരകൾക്കിടയിൽ വലക്കണ്ണികൾ പോലെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. വലക്കണ്ണികൾ പോലെ സിരകൾ രൂപപ്പെട്ടിരിക്കുന്നു. ഇത് ജാലിക സിരാവിന്യാസത്തിലുള്ള ചെടിയാണ്. അപ്പോൾ അതിൻ്റെ തായ്വേര് പടലമാണ് ഇല ജാലിക സിരാവിന്യാസത്തിലാണ്. ഇനി നോക്കൂ, കുറച്ചും കൂടെ നമുക്ക്, ഇത് പ്ലാവിൻ്റെ ഒരു ഇലയാണ്. ഇതും നോക്കൂ, പ്രധാനപ്പെട്ട സിരയുണ്ട്. ആ സിരയിൽ നിന്നും രണ്ട് ഭാഗത്തേക്കും ശാഖാസിരകളുണ്ട്. ഈ രണ്ട് ശാഖാസിരകൾക്കും ഇടയിൽ വലക്കണ്ണികൾ പോലെ സിരാവിന്യാസം രൂപപ്പെട്ടിരിക്കുന്നു. ഇത് ജാലിക സിരാവിന്യാസമാണ്. അപ്പോൾ പ്ലാവ് ജാലിക സിരാവിന്യാസത്തിലുള്ള ഒരു സസ്യമാണ്. അപ്പോൾ അതിൻ്റെ വേര് തായ്വേര് പടലമായിരിക്കും. ഇനി നോക്കൂ, ഇത് നമുക്ക് ഏറെ പരിചയമുള്ള ചെടിയാണ്, വട്ട എന്ന് പറയും അല്ലേ? ചില നാട്ടിലൊക്കെ പൊടുകണ്ണി എന്ന് പറയും, വട്ട എന്നും പറയും. ഇതിൻ്റെ ഞെട്ടിനൊരു പ്രത്യേകത ഉണ്ട്. നോക്കൂ, ഇലയുടെ അറ്റത്തല്ല അല്ലേ? ഇലയുടെ മറ്റ് ചെടികൾക്കൊക്കെ ഇതൊക്കെ കണ്ടില്ലേ? ഇലയുടെ ഈ ഭാഗത്താണ്. ഇത് നോക്കൂ, ഇലയുടെ അടിഭാഗത്താണ് ഇതിൻ്റെ ഞെട്ട്. അതിൻ്റെ പ്രത്യേകത നിങ്ങളൊന്ന് നോക്കൂ. ഈ ഞെട്ടിൽ നിന്ന് ഒരു പ്രധാന സിര ഇലയുടെ അഗ്രഭാഗത്തേക്ക് പോകുന്നു. ബാക്കിയുള്ള സിരകൾ ഇതാ ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും പോകുന്നു. അതിനകത്ത്, സിരകൾക്കകത്ത് വലക്കണ്ണികൾ പോലെ ചെറിയ ഞരമ്പുകൾ രൂപപ്പെട്ടിരിക്കുന്നു. ഇത് ജാലിക സിരാവിന്യാസത്തിലുള്ള ചെടിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം നമുക്ക് വ്യാപകമായിട്ട് നമുക്ക് കാണാവുന്ന മറ്റൊരു ചെടിയാണ് കേട്ടോ ഇത്. എന്താ ഇത്? റബ്ബറിൻ്റെ ഇലയാണ്. നോക്കൂ, റബ്ബറിൻ്റെ ഇലയും കണ്ടില്ലേ? പ്രധാന സിരയുണ്ട്, ഇരുവശങ്ങളിലേക്കും ശാഖാസിരകളുണ്ട്. അതിന് ഉള്ളിൽ വലക്കണ്ണികൾ പോലെ സിരാവിന്യാസം രൂപപ്പെട്ടിരിക്കുന്നു. ഇതും ജാലിക സിരാവിന്യാസത്തിലുള്ള സസ്യമാണ്. അതുപോലെ തന്നെ നോക്കൂ, ഇനി നമ്മൾ ചെറുത് എന്ന് പറയാം. ഇതെന്താണ് ഇല? പയറിൻ്റെ ഇലയാണ് അല്ലേ? പയറിൻ്റെ ഇലയാണ്. പയറിൻ്റെ ഇല നോക്കൂ, ഇവിടുന്ന് താഴെ നിന്ന് അതിൻ്റെ ചുവട്ടിൽ നിന്നും അഗ്രഭാഗത്തേക്ക് പ്രധാന സിരയുണ്ട്. മറ്റ് സിരകളെല്ലാം ഒരു ജാലികയിൽ എന്ന പോലെ ഉള്ള ഒരു സംവിധാനത്തിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇതും ജാലിക സിരാവിന്യാസത്തിലുള്ള ചെടിയാണ്. നമ്മുടെ നാട്ടിൻ പുറത്ത് പറയുന്ന അപ്പ അല്ലേ? ഇതാണത്, അപ്പ എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇതാണ്. നോക്കൂ, ഞാൻ വലിയ ചെടികളും വലിയ വൻമരങ്ങളെയും ചെറിയ സസ്യങ്ങളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ നോക്കൂ, പ്രധാനപ്പെട്ട സിരയുണ്ട്. അതിലേക്ക് അഗ്രഭാഗത്തേക്ക് വളർന്നു പോകുന്ന സിരകളുണ്ട്. ഇവയുടെ എല്ലാം ഉൾഭാഗം ജാലിക പോലെ, വലക്കണികൾ പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതും ജാലിക സിരാവിന്യാസത്തിലുള്ള ചെടികളാണ്. അപ്പോൾ വലിയ വൻമരങ്ങൾ മുതൽ ചെറിയ ചെടികൾ വരെ ജാലിക സിരാവിന്യാസം. ഇപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ
തുളസി ഉൾപ്പെടെയുള്ളവയെല്ലാം ജാലികാ ശിലാവിന്യാസമാണ്. നിങ്ങളൊന്ന് പോയി പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളുടെ വീട്ടിൻ്റെ മുൻപിലേക്ക് ഇറങ്ങി കാണുന്ന ചെടികളെയൊക്കെ നോക്കി അവയുടെ ഇല ജാലികാ ശിലാവിന്യാസമാണോ എന്നൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ചെടികൾക്കെല്ലാം കാണുന്ന പ്രത്യേകത ഇവ ജാലികാ ശിലാവിന്യാസത്തിൽ ഉള്ളവയാണ്. ഇവയുടെ വേരുപടലം തായ്വേര് പടലമാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പു വന്നു, തായ്വേര് പടലമുള്ള സസ്യങ്ങളുടെ എല്ലാം ഇല ജാലികാ ശിലാവിന്യാസത്തിലാണുള്ളത്. ജാലികാ ശിലാവിന്യാസമാണോ എന്ന് പരിശോധിക്കാൻ നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യേണ്ട, ഈ സാധനം കൂടുതലൊന്നും നോക്കണ്ട, വെറുതെ ഇങ്ങനെ ഒന്ന് കീറി നോക്കിയാൽ മതി. നോക്കിയാൽ കൃത്യമായിട്ട് കീറുന്നുണ്ടോ? ഇല്ല, കഷ്ണങ്ങളായിട്ടാണ് കിട്ടുക. ഇപ്പോൾ നോക്കൂ, ഈ തേക്കിൻ്റെ ഇല നമ്മൾ കീറുകയാണ്. തേക്കിൻ്റെ ഇല നമ്മൾ പിടിച്ച് കീറുകയാണെങ്കിൽ എങ്ങനെയായാലും നമുക്ക് എന്താവില്ല, ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു അരിക് കീറിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ അരിക് ഇങ്ങനെ കൃത്യമായിട്ട് കീറിയെടുക്കാൻ കഴിയാത്തത് എന്താ? അതിൻ്റെ ഉള്ളിലെ ഞരമ്പുകൾ ജാലികാ രൂപത്തിൽ വിന്യസിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവയെ അങ്ങനെ കീറിയെടുക്കാൻ കഴിയാത്തത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു സാധനം നോക്കിക്കേ, ഇതിൻ്റെ ഇതിൻ്റെ ശിലാവിന്യാസം ഇങ്ങനെ ആയതുകൊണ്ടാണ് അവ നമ്മൾ കുറച്ച് സമയം കഷ്ടപ്പെട്ടിരുന്നാൽ കൃത്യമായിട്ട് കീറിയെടുക്കാൻ പറ്റും. അതല്ല ഞാൻ പറയുന്നത്. ഒറ്റ വലിക്ക് ഇങ്ങനെ കീറുമ്പോൾ കണ്ടില്ലേ, ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് കീറിയെടുക്കാൻ കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ അവയുടെ ശിലാവിന്യാസം വലക്കണ്ണികൾ പോലെയാണ്. വലക്കണ്ണികൾ പെട്ടെന്ന് ഇങ്ങനെ ഒരേ രൂപത്തിൽ മുറിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇവ ജാലികാ ശിലാവിന്യാസത്തിലുള്ള ഇലകളാണ്. തായ്വേര് പടലം പഠിച്ചു. തായ്വേര് പടലത്തിലുള്ള സസ്യങ്ങളുടെ ഇലകളുടെ പ്രത്യേകത പഠിച്ചു. എന്താ പ്രത്യേകത? തായ്വേര് പടലമുള്ള സസ്യങ്ങളുടെ ഇലകൾ ജാലികാ ശിലാവിന്യാസത്തിലായിരിക്കും. ഇനി നമ്മൾ അപ്പുറത്ത് വേറൊരു വിഭാഗത്തിനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആരാണത്? നാരുവേര് പടലത്തിലുള്ള സസ്യങ്ങൾ. ഉദാഹരണം നമ്മൾ പറഞ്ഞു, തെങ്ങ്, കമുക്, പന, ഇവയെല്ലാം നാരുവേര് പടലമുള്ള സസ്യങ്ങളാണ്. ഇനി നാരുവേര് പടലമുള്ള ചെറിയ സസ്യങ്ങളുണ്ടേ, നമ്മളെ പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളൊക്കെ നാരുവേര് പടലത്തിൽ ഉള്ളവയാണ് കൂടുതലും. അപ്പോൾ നമുക്കതിനൊരു ഉദാഹരണമാണ് മുള. പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യമാണ് മുള. അത് ഇലയുടെ ശിലാവിന്യാസം നമുക്ക് അവയൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ്? ഞാനിപ്പോൾ നിങ്ങൾക്ക് പുല്ലുവർഗത്തിൽപ്പെട്ട 1-2 ചെടിയുടെ ഇല ഒന്ന് കാണിച്ചു തരാം. നോക്കൂ, ഇത് നമ്മളൊക്കെ നാട്ടിൽ കാണുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് അല്ലേ? പശുവിനൊക്കെ തീറ്റ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ചെടിയാണ്. ഈ ചെടിയുടെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ പുസ്തകത്തിൽ കാണുന്നത് പോലെയുള്ള ചെടിയാണ്. പ്രധാനപ്പെട്ട ഒരു സിര എവിടേക്കുണ്ട്? നേരെ അഗ്രത്തേക്കുണ്ട്. പിന്നെയും ഇവിടെ നിന്ന് തുടങ്ങുന്ന ചെറിയ സിരകളെല്ലാം നേരെ അഗ്രത്തിലേക്കാണ്. ഇത് കണ്ടില്ലേ, ഇവയുടെയൊക്കെ സിര നേരെ പോകുന്ന ഇതിൻ്റെ അഗ്രഭാഗത്തേക്കാണ്. ഇങ്ങനെ ഒരു ഇലയുണ്ട്. മറ്റൊരു തരം പുൽവർഗത്തിൽപ്പെട്ട ഒരു ഇലയാണിത്, വേറൊന്നാണിത്. ഇത് സൂക്ഷിച്ച് നോക്കിയാൽ അതിനകത്തൂടെ ഇങ്ങനെ നമുക്ക് ചെറിയ ഞരമ്പുകൾ ഇങ്ങനെ കാണാം. പക്ഷേ തായ്വേര് പടലമുള്ള സസ്യങ്ങളിൽ കണ്ട ഇല പോലെ അല്ല ഇത്. ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളൊന്ന് നോക്കിക്കേ. ഇതിൽ ഇലയ്ക്ക് ഈ തലക്ക് നിന്ന് ഇതിൻ്റെ ഇലയുടെ ഞെട്ട് മുതൽ ഇങ്ങേ അഗ്രം വരെ ഒറ്റ ഞരമ്പാണ് പോയിട്ടുള്ളത്. അതായത് പ്രധാനപ്പെട്ട ഈ സിരയ്ക്ക് സമാന്തരമായിട്ടാണ് ബാക്കി സിരകളൊക്കെ ഉള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താ? പ്രധാന സിര ഇതാണ്. അവയിൽ നിന്നും ഇലയുടെ അഗ്രഭാഗത്തേക്കാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്? ശിലാവിന്യാസം ഉണ്ടായിട്ടുള്ളത്. പ്രധാന സിര ഇതാണ്. ഇതിൽ നിന്ന് ഇലയുടെ അഗ്രഭാഗത്തേക്കാണ് എന്തുണ്ടായിട്ടുള്ളത്? സിരകൾ രൂപപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഉള്ളു വലക്കണ്ണികൾ പോലെയാണ്. ഇതാണ് ജാലികാ ശിലാവിന്യാസത്തിലുള്ള ഇല. പക്ഷേ ഈ ഇല നിങ്ങളൊന്ന് നോക്കിക്കേ, ഇവ ഒരു പ്രധാനപ്പെട്ട ഞരമ്പ് സിര നമുക്ക് ഇതിനകത്തൂടെ ഇങ്ങനെ കാണാം. ഇതിൻ്റെ പ്രധാന സിര കണ്ടോ? ഇതിൻ്റെ ചുവട് ഭാഗത്ത് നിന്ന് പ്രധാന സിര ഇലയുടെ അഗ്രഭാഗത്തേക്കുണ്ട്. അതുപോലെ തന്നെ സമാന്തരമായിട്ട് സിരകൾ നോക്ക്, ചുവട് ഭാഗത്ത് നിന്ന് അഗ്രഭാഗത്തേക്ക് അങ്ങനെ പോവുകയാണ്. അല്ലാതെ ഇലയുടെ അറ്റത്തേക്കല്ല പോകുന്നത്, അഗ്രഭാഗത്തേക്ക്. ഈ പ്രധാന സിരയ്ക്ക് സമാന്തരമായിട്ട് ശിലാവിന്യാസം രൂപം കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെടിയുടെ ഇലഞ്ഞെട്ടിൽ നിന്നും അഗ്രഭാഗത്തേക്ക് സമാന്തരമായി അങ്ങനെ രൂപം കണ്ടിട്ടുള്ള ശിലാവിന്യാസമുള്ള ഇലകളെയാണ് നമ്മൾ സമാന്തര ശിലാവിന്യാസമുള്ള ഇലകൾ എന്ന് പറയാം. സമാന്തര ശിലാവിന്യാസമുള്ള ഇലകൾ.
സമാന്തര ശിലാവിന്യാസമുള്ള ഇലകളെ നമുക്ക് ഏതിനെയൊക്കെ പരിചയപ്പെടാം? നിങ്ങളൊന്ന് നോക്കുക. നിങ്ങളുടെയൊക്കെ വീടിന് മുമ്പിൽ തെങ്ങ് കാണും. നമുക്ക് തെങ്ങോല പരിചയപ്പെട്ടാൽ മതിയാവും. നോക്കുക, തെങ്ങോലയുടെ മധ്യഭാഗത്തൂടെ അതിലെ പ്രധാന സിരയായ ഈർക്കൽ അങ്ങനെ കടന്നു പോകുന്നുണ്ട്. പിന്നെയോ അതിൻ്റെ ഇരുവശത്തുമായിട്ട് സമാന്തരമായിട്ട് തെങ്ങോലയുടെ ഞെട്ട് ഭാഗത്ത് നിന്ന് അഗ്രഭാഗത്തേക്ക് ശിലാവിന്യാസം രൂപപ്പെട്ടിട്ടുണ്ട്. കമുകനും അതുപോലെ തന്നെയാണ്, പനയ്ക്കും അതുപോലെ തന്നെയാണ്, മുള അതുപോലെയുള്ള ചെടിയാണ്. ഇലയുടെ ഞെട്ടിൽ നിന്നും അഗ്രഭാഗത്തേക്ക് സമാന്തരമായി രൂപപ്പെട്ടിട്ടുള്ള ശിലാവിന്യാസമുള്ള ഇലകളെയാണ് സമാന്തര ശിലാവിന്യാസത്തിലുള്ള ഇലകൾ എന്ന് നമ്മൾ പറയുന്നത്. അത് നമുക്ക് നമ്മുടെ പരിസരത്തുള്ള ചെടികളുടെ ഇലകളൊന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ചില തരം സസ്യങ്ങളുടെ വേര് അവയുടെ ചുവട് ഭാഗത്ത് നിന്ന് നാര് പോലെ താഴേക്ക് വളർന്നിറങ്ങുകയാണ്. ഇത്തരം വേരുകളെയാണ് നമ്മൾ നാരുവേര് പടലമുള്ള സസ്യങ്ങൾ എന്ന് പറയുന്നത്. നാരുവേര് പടലമുള്ള സസ്യങ്ങളുടെ ഇലകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ഇലകൾക്ക് ഇലയുടെ ഞെട്ട് ഭാഗത്ത് നിന്ന് ഞെട്ട് ഭാഗത്ത് നിന്ന് അതിൻ്റെ അഗ്രത്തിലേക്ക് സമാന്തരമായി ശിലകൾ ഇങ്ങനെ രൂപം കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സമാന്തരമായി രൂപം കൊണ്ടിട്ടുള്ള ശിലാവിന്യാസത്തെയാണ് നമ്മൾ സമാന്തര ശിലാവിന്യാസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്ത് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലായി. ഒരു തായ്വേര് താഴേക്കിറങ്ങുകയും അതിൽ നിന്നും ശാഖാവേരുകൾ വളർന്നിറങ്ങുകയും ചെയ്യുന്ന തരത്തിലുള്ള വേരുപടലം ഉണ്ട്. ഇവയെ തായ്വേര് പടലം എന്നാണ് പറയുന്നത്. തായ്വേര് പടലമുള്ള സസ്യങ്ങളുടെ ഇലയുടെ ഞെട്ട് ഭാഗത്ത് നിന്നും അഗ്രഭാഗത്തേക്ക് ഒരു പ്രധാന സിരയുണ്ടാവുകയും ആ പ്രധാന സിരയിൽ നിന്നും ഇലയുടെ അഗ്രഭാഗത്തേക്ക് സിരകൾ രൂപം കൊള്ളുകയും ഈ സിരകൾക്കിടയിൽ ജാലിക പോലെ ഞരമ്പുകൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം ശിലാവിന്യാസമുള്ള ഇലകളെ ജാലിക ശിലാവിന്യാസമുള്ള ഇലകൾ എന്നാണ് പറയുന്നത്. എന്നാൽ മറ്റൊരു വിഭാഗം ചെടികളുള്ളത് വേര് നാരുകൾ പോലെയാണ്, നാരുവേര് പടലമുള്ള വേരുകളാണ്. നാരുവേര് പടലമുള്ള സസ്യങ്ങളുടെ ഇലകൾ സമാന്തര ശിലാവിന്യാസത്തിൽ ഉള്ളവയാണ്. സമാന്തര ശിലാവിന്യാസത്തിലുള്ള ഇലകൾക്ക് ഉദാഹരണമാണ് തെങ്ങ്, കമുക്, പന, മുള, ചെറിയ പുല്ല് വർഗത്തിൽപ്പെട്ട ചെടികളെല്ലാം. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ സമാന്തര ശിലാവിന്യാസമുള്ള ചെടിയെ നമുക്ക് ഇങ്ങനെ പരിശോധിക്കാം. നമുക്ക് ഇത് പരിശോധിക്കാം. ഇത് സമാന്തര ശിലാവിന്യാസത്തിലുള്ള ഇലയാണ്. ഇതിന് നമുക്കൊന്ന് കീറി നോക്കാം. ഒന്ന് നോക്കിക്കേ, കണ്ടോ? വളരെ കൃത്യമായി ഇത് കീറി വരികയാണ്. എന്തുകൊണ്ടാണ്? ഇവയുടെ അഗ്രഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഞെട്ട് ഭാഗത്ത് നിന്ന് അഗ്രഭാഗത്തേക്ക് സമാന്തരമായി സിരകൾ വിന്യസിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവയ്ക്ക് ജാലിക പോലെയുള്ള കീറുമ്പോൾ പ്രയാസമില്ല. നോക്കൂ, വളരെ കൃത്യമായി കീറി വരുന്നു. ഇത് നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് ഈ ചെടി നോക്കിയാൽ അറിയാം. ഇത് കണ്ടോ, കീറി വരുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് നമുക്കത് കീറിയെടുക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് എളുപ്പ വഴിയിൽ മനസ്സിലാക്കാം. ഇങ്ങനെ കൃത്യമായി കീറിയെടുക്കാൻ പറ്റുന്ന, നേരത്തെ നമ്മൾ കീറിയ തേക്കിൻ്റെ കണ്ടോ, ഇങ്ങനെയാണത് കീറിയത്, ഇങ്ങനെയാണത് കീറിയപ്പോൾ കിട്ടിയത്. ഇപ്പോൾ നമ്മൾ കീറിയത് കണ്ടോ, ഇങ്ങനെയാണത് കീറിയപ്പോൾ കിട്ടിയത്, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഒരു ചെടി അതിൻ്റെ ശിലാവിന്യാസം സമാന്തര ശിലാവിന്യാസമാണോ എന്ന് അറിയണമെങ്കിൽ എളുപ്പ വഴി എന്താണ്? അതൊന്ന് വെറുതെ കീറി നോക്കിയാൽ അത് കൃത്യമായി കീറിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ചെടി സമാന്തര ശിലാവിന്യാസത്തിലുള്ള ചെടിയാണ്. കൃത്യമായിട്ട് കീറിയെടുക്കുന്നില്ല, വക്കുമൂലയൊക്കെ കീറി അങ്ങനെ അത്ര കൃത്യതയില്ലാതെയാണ് കിട്ടുന്നത് എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് ജാലിക ശിലാവിന്യാസത്തിലുള്ള ചെടിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെ ചെടികളുടെ വേരും ഇലകളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അപ്പോൾ ചെടികളുടെ വേരും കാണ്ഡവും ഇലകളും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലായി. എന്താണ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇപ്പോൾ നമുക്കറിയാം, തായ്വേര് പടലമുള്ള ചെടിയുടെ അല്ലെങ്കിൽ ഒരു ചെടിയുടെ വേര് തായ്വേര് പടലമാണെങ്കിൽ അതിൻ്റെ കാണ്ഡത്തിന്, അതിൻ്റെ തടിക്ക് ഉൾഭാഗത്തിനായിരിക്കും ബലം കൂടുതൽ, അതിൻ്റെ ഇല സമാന്തര ശിലാവിന്യാസത്തിൽ ആയിരിക്കും.
ഒരു ചെടിയുടെ വേര് നാരുവേര് പടലമാണെങ്കിൽ ചെടിയുടെ കാണ്ഡത്തിന് പുറം ഭാഗത്തിനായിരിക്കും കൂടുതൽ ബലമുള്ളത്. ഉദാഹരണം മുളയുടെ ഉൾഭാഗം പൊള്ളയാണ്, ഓട്ടയാണ്, പുറം ഭാഗത്തിനാണ്. കാരണം ഇങ്ങനെ നമ്മൾ ഓർത്തു വെച്ചാൽ മതി. ഒരു ഉദാഹരണം, തായ്വേര് പടലത്തിന് നമ്മൾ മാവ് ഉദാഹരണം മനസ്സിൽ വയ്ക്കുക, അല്ലെങ്കിൽ പ്ലാവ് ഉദാഹരണം മനസ്സിൽ വയ്ക്കുക. നാരുവേര് പടലമുള്ള സസ്യങ്ങൾക്ക് ഒന്നുകിൽ തെങ്ങ് ഉദാഹരണം വയ്ക്കുക, അല്ലെങ്കിൽ മുള, അതും അല്ലെങ്കിൽ കമുക്. നമുക്ക് സുപരിചിതമായിട്ടുള്ള ഈ രണ്ട് ചെടികളെ നമ്മൾ ഉദാഹരണമായി മനസ്സിൽ അങ്ങ് പ്രതിഷ്ഠിച്ചാൽ പിന്നെ നമുക്ക് ഈ പറയുന്നതിൽ ഒന്നും എന്തില്ല, ഒരു സംശയത്തിനുള്ള ഇടവരില്ല. അപ്പോൾ തായ്വേര് പടലമുള്ള സസ്യങ്ങളുടെ നമ്മൾ പറഞ്ഞു. നാരുവേര് പടലമുള്ള സസ്യങ്ങൾക്ക് പുറം ഭാഗം, കാണ്ഡത്തിൻ്റെ പുറം ഭാഗത്തിന് കട്ടി കൂടുതലും ഇല സമാന്തര ശിലാവിന്യാസത്തിൽ ഉള്ളതും ആയിരിക്കും എന്നും നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് ഒരു ചെടിയുടെ പ്രധാന ഭാഗം പിന്നെന്താ? ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ചെടിയുടെ പ്രധാന ഭാഗം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ 3 കാര്യം പറഞ്ഞു. ഒന്ന് അതിൻ്റെ വേരാണ്, മണ്ണിൽ അതിനെ പിടിച്ചു നിർത്തുന്ന അതിൻ്റെ വേര് തടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. രണ്ടാമത് അതിൻ്റെ കാണ്ഡമാണ്, അതിൻ്റെ തണ്ട്, അതിൻ്റെ കമ്പ്, തടി എന്നൊക്കെ പറയാം, കൊമ്പ്, ഇതൊക്കെ അതിനെല്ലാം ഉൾപ്പെടുത്തി നമുക്ക് കാണ്ഡം എന്ന് പറയാം. മൂന്നാമത് അതിൻ്റെ ഇല, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ചെടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ത്? അതിൻ്റെ വിത്ത്, അല്ലേ? ചില സസ്യങ്ങൾക്ക് പൂവ് മാത്രമേ ഉണ്ടാവും. റോസ ചെടിക്കൊന്നും ഒരു പക്ഷേ നമുക്ക് തിരഞ്ഞാൽ വിത്ത് കാണില്ല. റോസാ ചെടി കൊമ്പൊടിച്ചു വെക്കുന്ന സസ്യമാണ്. പക്ഷേ മിക്ക സസ്യങ്ങളുടെയും അതിൻ്റെ പ്രത്യുൽപാദനം നടക്കുന്നത് വിത്തുകളിലൂടെയാണ്. വീട്ടുമുറ്റത്ത് നാം കാണുന്ന നമ്മുടെ ഫലവൃക്ഷങ്ങളിൽ ഏതാണ് വിത്ത് കൊണ്ടല്ലാതെ ഉണ്ടാകുന്നത്? പ്ലാവാകട്ടെ, മാവാകട്ടെ, പേരയ്ക്ക ആവട്ടെ, എല്ലാത്തിനും വിത്താണ്. അല്ലെങ്കിൽ തേങ്ങയാവട്ടെ, മുളയുടെ വിത്താവട്ടെ, കമുകിൻ്റെ അടയ്ക്കാകട്ടെ, പാക്ക് അതാവട്ടെ, എല്ലാം. അപ്പോൾ ഭൂരിഭാഗം സസ്യങ്ങളുടെയും പ്രത്യുൽപാദനം, അതായത് ഭൂരിഭാഗം സസ്യങ്ങളുടെയും പുതിയ ചെടികൾ ഉണ്ടാകുന്നത് വിത്തിലൂടെയാണ്. അല്ലാത്തവയും ഉണ്ട്, കമ്പ് വെട്ടി കുഴിച്ചിടുന്ന ചെടികളും ഉണ്ട്. അപ്പോൾ വിത്ത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സസ്യത്തിൻ്റെ. ഈ വിത്തിൽ 2 തരം വിത്തുകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിത്രത്തിൽ കാണുന്നുണ്ട് ഒരു വിത്ത് മുളയ്ക്കുന്നത്. പുറത്തേക്ക് വന്നിരിക്കുന്നത് കട്ടിയുള്ള 2 ഭാഗങ്ങളാണ് വന്നിരിക്കുന്നത്. അത് ഇലയല്ല. ആ വിത്തിനകത്ത് നിന്നും മുളച്ചു പൊങ്ങിയപ്പോൾ 2 ഭാഗം, 2 പത്രങ്ങൾ പോലെ ഇതിങ്ങനെ വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബീജപത്രം എന്നാണ്. ബീജപത്രം എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ബീജപത്രം എന്ത് സംഭവിച്ചു? 2 ഭാഗത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ നടുക്ക് നിന്നാണ് ചെടിയുടെ നാമ്പ് മുകളിലേക്ക് ഉയർന്നു പോയിട്ടുള്ളത്. എന്തിനാ ഈ ബീജപത്രം ഇങ്ങനെ ചെടിയുടെ ഒപ്പം നിന്നിട്ടുണ്ടാവുക? നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്കറിയാലോ, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച ഉടനെ തന്നെ ഭക്ഷണം കഴിക്കുകയില്ല. അപ്പോൾ അതിൻ്റെ മാതാവിൽ നിന്നാണ് അത് ഭക്ഷണം സ്വീകരിക്കുക. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, ഈ ചെടി വളർന്നു പോകുന്നത് വരെ ഈ ചെടിക്ക് സ്വന്തമായിട്ട് മണ്ണിൽ നിന്ന് വേര് ഉപയോഗിച്ച് ധാതുക്കളും ലവണങ്ങളും ഒക്കെ വലിച്ചെടുത്ത് ആഹാരമാക്കുന്നത് വരെയുള്ള ആഹാരം എവിടെ സൂക്ഷിച്ചിട്ടുണ്ട്? ഈ ബീജപത്രങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ചെടികൾ മുളച്ചു പൊങ്ങുമ്പോൾ ചില ചെടികൾക്ക് നമുക്ക് 2 ഭാഗത്തേക്ക് ഇങ്ങനെ ബീജപത്രം കാണാം. 2 എന്നുള്ളതിന് ദ്വി എന്ന് പറയുമല്ലോ, ദ്വിബീജപത്രം, 2 ബീജപത്രങ്ങൾ കാണാം. ഏത് തരം ചെടികൾക്കൊക്കെയാണ് നിങ്ങൾ 2 ബീജപത്രം കണ്ടിട്ടുള്ളത്? 2 ബീജപത്രം കണ്ടിട്ടുണ്ടാവുമല്ലോ. പയറിന് 2 ബീജപത്രം. പിന്നെയോ മാവ്, മാങ്ങ മുളച്ചു വരുമ്പോൾ 2 ഭാഗത്തേക്കും. ചക്കക്കുരു മുളയ്ക്കുമ്പോൾ കാണാം, ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണെങ്കിലും 2 ഭാഗത്തേക്കും ബീജപത്രങ്ങൾ ഉണ്ട്. അങ്ങനെ മുളച്ചു പൊങ്ങുന്ന ചെടികളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവയ്ക്കൊക്കെ മിക്കവാറും എണ്ണത്തിന് 2 ഭാഗത്തേക്കും ബീജപത്രമുണ്ട്. എന്നാൽ നിങ്ങൾ വേറൊന്ന് ആലോചിച്ച് നോക്കുക. തേങ്ങ നിങ്ങളൊന്ന് പൊളിച്ചു നോക്കിക്കേ, അതിൻ്റെ ഉള്ളിൽ 2 ഭാഗമുണ്ടോ? ഇല്ല. തേങ്ങയുടെ വിത്ത് ഒരു ഉരുണ്ട ഒറ്റ വിത്താണ് അല്ലേ? അതിന് 2 ഭാഗമുണ്ടോ? ഇല്ല. അടയ്ക്ക പൊളിച്ചു നോക്കിക്കേ. അടയ്ക്ക
അടയ്ക്കയാണ് അതിൻ്റെ ഉള്ളിലുണ്ടാകുക, പാക്ക് അല്ലേ? രണ്ട് ഭാഗമുണ്ടോ? ഇല്ല. നേരെ മറിച്ച് പയറൊന്ന് വെള്ളത്തിൽ ഒന്ന് കുതിർത്തിട്ട് ഒന്ന് പൊളിച്ചു നോക്കിയാൽ അത് 2 ഭാഗമാവും. ചക്കക്കുരു ഒന്ന് പൊളിച്ചു നോക്കിയാൽ 2 ഭാഗമാവും. നമ്മൾ മുറിക്കാതെ തന്നെ കേട്ടോ, മുറിക്കാതെ തന്നെ 2 ഭാഗമാകും. പുളി നിങ്ങൾ നോക്കിയാൽ പുളിങ്കൂര് മുളച്ചു വരുമ്പോൾ അതിന് 2 ബീജപത്രം ഉണ്ടാവും. അപ്പോൾ ചെടികളിൽ 2 ബീജപത്രമുള്ളവയും ഉണ്ട്, 1 ബീജപത്രം ഉള്ളവയും ഉണ്ട്. നമുക്കതിനെ ഒന്ന് ജനറലായിട്ട് പറയുമ്പോൾ 2 ബീജപത്രമുള്ളത് നമ്മൾ കണ്ടത് ഏതൊക്കെയാണ്? നമ്മൾ കണ്ടത് പുളിയാണ്, മാവാണ്, പ്ലാവാണ്, പിന്നെ എന്താണ്, പയറാണ്. ഇങ്ങനെ 2 ബീജപത്രമുള്ള ചെടികൾ നമ്മൾ പരിചയമുള്ളവ ഇവയൊക്കെയാണ്. അപ്പോൾ നമുക്ക് അവയുടെ പൊതു സ്വഭാവം ഒന്ന് നോക്കാം. ഇപ്പോൾ മാവ് 2 ബീജപത്രമുള്ള വിത്താണ് മാവിനുള്ളത്. മാവിൻ്റെ ഇലയോ? മാവിൻ്റെ ഇല ജാലികാ ശിലാവിന്യാസത്തിലുള്ളവ ആണ്. മാവിൻ്റെ തടിയോ? മാവിൻ്റെ തടിക്ക് ഉൾഭാഗത്തിനാണ് പുറത്തുള്ളതിനേക്കാൾ കുറെക്കൂടെ കട്ടി കൂടുതലുള്ളത്. മാവിൻ്റെ വേരോ? ആ വേര് തായ്വേരിൽ നിന്നും ശാഖാവേരുകൾ രൂപം കൊണ്ടിട്ടുള്ള വേരുപടലമാണ്. അപ്പോൾ മാവിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ മാവിൻ്റെ വേര് തായ്വേര് പടലമാണ്, തടിക്ക് ഉൾഭാഗത്തിന് കടുപ്പം കൂടുതലാണ്, ഇല ജാലികാ ശിലാവിന്യാസത്തിലാണ്, അതിൻ്റെ വിത്ത് ദ്വിബീജപത്ര വിത്തുകളാണ്. പുളി തായ്വേര് പടലമുള്ള സസ്യമാണ്, തടിയുടെ പുറത്തേക്കാൾ ഉൾഭാഗത്തിന് കടുപ്പം കൂടുതലാണ്, അതിൻ്റെ ഇല ജാലികാ ശിലാവിന്യാസത്തിലാണ്, വിത്ത് ദ്വിബീജപത്ര വിത്തുകളാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇനി അപ്പുറത്തേക്കൊന്ന് നോക്കുക. തെങ്ങ് നാരുവേര് വെള്ളമുള്ളതാണ്, അതിൻ്റെ തടിക്ക് പുറംഭാഗത്തിനാണ് കടുപ്പം കൂടുതൽ, അതിൻ്റെ ഇല സമാന്തര ശിലാവിന്യാസമാണ്, വിത്ത് ഏക ബീജപത്രം, ഏക ബീജപത്ര വിത്തുകളാണ്. കമുക് നാരുവേര് വെള്ളമാണ്, തടി പുറംഭാഗത്തിനാണ് കടുപ്പം കൂടുതൽ എന്ന് പറഞ്ഞാൽ ഉൾഭാഗം കടുപ്പം കുറവാണ്, രണ്ടും പറയാം. ഇല സമാന്തര ശിലാവിന്യാസത്തിലുള്ള ഇലയാണ്, അതിൻ്റെ വിത്ത് ഏക ബീജപത്ര വിത്താണ്. അപ്പോൾ നമ്മൾ ചെടികളെ പൊതുവെ ഇങ്ങനെ 2 വിഭാഗമായി തരംതിരിച്ചു. പൊതുവെ ചെടികളെ പ്രധാനപ്പെട്ട 2 വിഭാഗമായി തരംതിരിച്ചു. ഈ 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങളും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് ഇവിടെ പരിശോധിക്കേണ്ടത്. നിങ്ങളുടെ പരിസരത്തുള്ള കുറേ ചെടികളെ നിങ്ങൾ പേപ്പറിൽ എഴുതുക, ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് അവയുടെ ശിലാവിന്യാസങ്ങളും വേരുപടലവും വിത്തും ഇലകളും ഒന്ന് പരിശോധിക്കുക. എന്നിട്ട് അവ നിങ്ങൾ ചാർട്ട് ചെയ്യുക. അത് നിങ്ങൾ എഴുതുക, ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് അയച്ചു തരിക. അടുത്ത തവണ ഞങ്ങളത് നിങ്ങൾക്ക് വേണ്ടി പ്രസിദ്ധീകരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പി കിഡ്സിൽ നിങ്ങൾക്ക് ഇത് പ്രൊജക്റ്റായി അവതരിപ്പിക്കാം. നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഞങ്ങളുടെ ഇമെയിൽ ID-യിലേക്ക് അയച്ചു തന്നാൽ നമ്മുടെ ഹാപ്പി കിഡ്സ് എന്ന ആ ഒരു വിഭാഗത്തിൽ നമ്മളിത് പ്രദർശിപ്പിക്കും. ജനറലായിട്ട് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഓരോ ചെടിയുടെയും ഇലയും അതിൻ്റെ കാണ്ഡവും അതിൻ്റെ വിത്തും വേരും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഒരു വിഭാഗത്തിൽപ്പെട്ട തായ്വേര് പടലത്തിൽപ്പെട്ട ചെടിയുടെ ഇലയ്ക്കും വേരിനും കാണ്ഡത്തിനും വിത്തിനും ഒരേ സ്വഭാവമാണ് ഉണ്ടാവുക. നാരുവേര് പടലം ഉള്ള ചെടിയുടെ തടിക്കും ഇലയ്ക്കും വിത്തിനും ഒരേ സ്വഭാവമാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ചോദിക്കാം. ഇല സമാന്തര ശിലാവിന്യാസത്തിലുള്ള ചെടിയാണെങ്കിൽ അതിൻ്റെ വേരുപടലം എങ്ങനെയായിരിക്കും? നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരേണ്ട ചിത്രം മുളയുടെയാണ്. അപ്പോൾ അതിൻ്റെ സമാന്തര ശിലാവിന്യാസമാണ് ഇലയ്ക്ക്, അല്ലെങ്കിൽ നമുക്ക് തെങ്ങാണ് ഓടി വരേണ്ടത്. സമാന്തര ശിലാവിന്യാസമാണ് ഇലയ്ക്ക്, നാരുവേര് പടലമാണ്, തടിക്ക് ഉൾഭാഗം കട്ടി കുറവാണ്, ഇല സമാന്തര ശിലാവിന്യാസത്തിലാണ്, വിത്തിന് 1 ബീജപത്രമാണുള്ളത്. അങ്ങനെ ഓടി വരണം. ഒരു ചെടിയുടെ ഇല ജാലികാ ശിലാവിന്യാസം എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ ആദ്യമേ ഓടി വരുന്ന നമ്മുടെ മനസ്സിൽ ഒരു പ്ലാവാണ് എന്ന് വിചാരിക്കുക. ആ പ്ലാവിനെ നമ്മൾ ഓടി വന്നാൽ പ്ലാവിൻ്റെ വേര് തായ്വേര് പടലമുള്ള വേരാണ്, തടി ഉൾഭാഗമാണ് കടുപ്പം കൂടുതൽ, കാതൽ മഞ്ഞ നിറത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉൾഭാഗമാണ് കടുപ്പം കൂടുതൽ, ഇല ജാലികാ ശിലാവിന്യാസത്തിലാണ്, വിത്ത് 2 ബീജപത്രമുള്ളവയാണ്.
ഇങ്ങനെ നമുക്ക് വളരെ വേഗം ഇത് നമ്മുടെ മനസ്സിൽ ഓർമ്മിക്കാൻ നിങ്ങളിങ്ങനെ കുറേ ചെടികളുടെ പേര് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ കളിക്കുന്നത് പോലെ നിങ്ങളുടെ ചേട്ടൻ്റെ കൂടെയോ അനിയൻ്റെ കൂടെയോ നിങ്ങളുടെ വീട്ടിലെ മറ്റു കുട്ടികളോടൊപ്പം നിങ്ങൾ ഇതൊരു കളിയായിട്ട് കളിച്ചു നോക്കൂ. ഓരോരുത്തർക്കും കൂടുതൽ പോയിന്റ് കിട്ടുന്നത് എത്ര പോയിന്റാണ് കിട്ടുന്നത് എന്ന് നോക്കി നിങ്ങൾ വിജയിയെ നിശ്ചയിക്കൂ. നിങ്ങൾക്ക് നല്ലൊരു കളിയുമാകാം. നമുക്ക് കൂട്ടത്തിൽ ഈ കാര്യങ്ങളെല്ലാം വീട്ടിലുള്ള എല്ലാവർക്കും പഠിക്കുകയും ആവാം. നമ്മൾ നേരത്തെ പറഞ്ഞു വിത്ത് മുളച്ചു വരും. വിത്ത് മുളച്ചു വരുമ്പോൾ ആ വിത്തിന് വളർന്നു പൊങ്ങാനുള്ള പ്രാഥമികമായിട്ടുള്ള ഭക്ഷണം എവിടെയുണ്ട്? അതിൻ്റെ ബീജപത്രത്തിൽ ഉണ്ട്. വിത്തിന് അകത്ത് പുറന്തോടിനകത്ത് കാണുന്ന രണ്ടടുക്ക്, ചിലതിന് രണ്ടടുക്ക് ഉണ്ടാവും അല്ലേ? ഇങ്ങനെ കക്കയൊക്കെ മടങ്ങിയിരിക്കുന്ന പോലെ രണ്ട് കഷ്ണമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ടാവും. അതിനകത്ത് പൊളിച്ചു നോക്കിയ ചെറിയ ഒരു ചെടിയുടെ ഒരു ചെറിയ തലപ്പിൻ്റെ ചിത്രം വരച്ചതുപോലെ നമുക്ക് കാണാം. പയറൊക്കെ പൊട്ടിച്ചു നോക്ക്. കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന പയറ് നിങ്ങൾ മെല്ലെ ഒന്ന് പൊളിച്ചു നോക്ക്. അതിനകത്ത് ഉറങ്ങിക്കിടക്കുന്ന ഒരു ചെടിയെ നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ ഉഴുന്നാവട്ടെ, ഏത് ധാന്യമണികളോ ആകട്ടെ, നിങ്ങളൊന്ന് പൊളിച്ചു നോക്കൂ. ഏത് വിത്തോ ആകട്ടെ നിങ്ങളൊന്ന് പൊളിച്ചു നോക്കൂ. അതിനകത്ത് ഉറങ്ങിക്കിടക്കുന്ന ഒരു ചെടിയെ നിങ്ങൾക്ക് കാണാം. അവൻ എപ്പോഴാ എഴുന്നേൽക്കുക? അവൻ ആര് വന്ന് വിളിക്കണം? കാറ്റ് വന്ന് വിളിച്ചാൽ മതിയോ? പോരാ. അവനെ മണ്ണിൽ കിടക്കുന്ന അവനെ ആര് വിളിക്കണം? മഴ വന്ന് വിളിക്കണം. അല്ലെങ്കിൽ മഴത്തുള്ളികൾ വന്ന് വിളിക്കണം. മഴത്തുള്ളികൾ വന്ന് വിളിക്കുമ്പോൾ സൂര്യപ്രകാശം അവനോട് ഒന്നുകൂടെ പറയണം, ഒന്ന് പുറത്തേക്ക് വരൂ അല്ലേ? മഴത്തുള്ളികളും സൂര്യപ്രകാശവും പുറത്തേക്ക് വരുന്നതോടുകൂടെ വായു കൂടെ അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നീ വന്നോ, നിനക്ക് ശ്വസിക്കാനുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഞാൻ തരാം എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ മെല്ലെ എഴുന്നേക്കും. അങ്ങനെ മെല്ലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ആദ്യം വിത്തിൻ്റെ തോട് ഭാഗം എന്ന് പറയുമ്പോൾ വിത്തിൻ്റെ പുറന്തൊലി ഈ വെള്ളം നനഞ്ഞ് കട്ടി കുറയും. അത് വളരെ നേർത്തതാവും. ആ നേർത്തതാകുമ്പോഴാണ് ഈ വിത്തിനെ പൊട്ടിക്കാൻ, ഈ വിത്തിൻ്റെ പുറന്തൊലിയെ പൊട്ടിക്കാനുള്ള കരുത്ത് ഈ വിത്തിനകത്തുള്ള കുഞ്ഞു ചെടിക്ക് കിട്ടുന്നത്. അവൻ ആ വിത്തിനെ കുത്തി തുറക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സൂചിമുന പോലെ ഒരു സാധനമാണ് ആദ്യം പുറത്തേക്ക് വരിക അല്ലേ? അവൻ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയല്ല ചെയ്യുക. അവൻ നേരെ വന്ന് താഴേക്ക് അങ്ങ് പോകും. ആദ്യം പുറത്തേക്ക് വന്നിട്ട് ആദ്യം പുറത്തേക്ക് ഇങ്ങനെ ഏത് രൂപത്തിൽ ഇങ്ങനെ വന്നാലും എല്ലാം അവൻ പിന്നെ മെല്ലെ ടിഷ്യൂ താഴേക്കങ്ങ് പോകും. എന്താ കാരണം? അതാണ് വേരായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു ചെടിയുടെ ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗമാണ് വേരായിട്ട് മാറുക. ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗത്തെ നമ്മൾ ബീജമൂലം എന്നാണ് പറയുക. ബീജമൂലം എന്നാ പറയുക. അപ്പോൾ ബീജമൂലം ആദ്യം പുറത്തേക്ക് വരും, ബീജമൂലം വേരായിട്ട് മാറും. തൊട്ട് പിന്നാലെ കാണാം അടുത്ത ആള് തലയൊക്കെ കുലുക്കി കാറ്റിനോട് സല്ലപിച്ച് ആൾ പുറത്ത് വന്നിട്ടുണ്ടാവും. അവൻ നേരെ മുകളിലേക്കാണ് പോവുക. അവൻ്റെ തലയിലാണ് കിരീടം പോലെ ഇലകളൊക്കെ ഉണ്ടാവും. അവനെ വിളിക്കുക എന്താണ്? ബീജശീർഷം എന്നാണ്. അയാൾ രണ്ടാമതാണ് പുറത്ത് ചാടുക. ആദ്യം പുറത്ത് ചാടിയവൻ ബീജമൂലം, അത് വേരായി മാറി. രണ്ടാമത് വരുന്ന ആളാണ് ബീജശീർഷം. ബീജശീർഷമാണ് ഇലയും കാണ്ഡവുമൊക്കെ ആയി മാറുന്നത്. ഇങ്ങനെയാണ് ഒരു വിത്ത് മുളയ്ക്കുന്നത്. ആദ്യത്തെ 3-4 ദിവസം മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് അവന് സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്നതിന് മുൻപേ അവന് ആവശ്യമായ ഭക്ഷണമൊക്കെ എവിടെ സംഭരിച്ചിട്ടുണ്ട്? ഈ ബീജപത്രങ്ങളിൽ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. ഒരു നെന്മണിയുടെ കഥ നമ്മുടെ പാഠത്തിൽ നാം കാണുന്നുണ്ട്. എന്താണ്? വളരെ ഉല്ലാസത്തോടെ ജീവിച്ചിരുന്ന നെന്മണിയുടെ ഭൂതകാലം നെന്മണി നമ്മളോട് പറഞ്ഞു. ഒരു അമ്മയുടെ മക്കളായി ഒരു പാടത്ത് അങ്ങനെ നെന്മണി രൂപം കൊണ്ടു. നെന്മണി ഒരു നെൽച്ചെടിയിൽ വളർന്നു. ചാഴി എന്ന് പറയുന്ന ഒരു ഭീകരൻ ആദ്യമേ കുറേ നെന്മണികളെ തിന്നു തീർത്തു. എന്താ ഈ ചാഴി എന്ന് പറയുന്ന ഭീകരൻ? മലയാളത്തിൽ നമ്മൾ പഠിച്ച ക്ഷുദ്ര കീടമാണ്, ചെറിയ കീടമാണ്. ഇലയെയും ചെടിയെയും ഒക്കെ തിന്ന് നശിപ്പിക്കുന്ന കീടത്തെയാണ് ചാഴി എന്ന് പറയുന്നത്. ചാഴി എന്ന് പറയുന്ന ഒരു ഭീകരൻ നമ്മൾ കേൾക്കുമ്പോൾ തോന്നും വലിയൊരാളാണ്, അല്ല. അപ്പം ഈ ചാഴി ഇതിലെ കുറേ നെന്മണികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ തിന്നു തീർത്തു. ബാക്കിയുള്ളവർ വളരെ കരുത്തോടു കൂടെ വളർന്നു. അങ്ങനെ
അവരുടെ അമ്മയുടെ നെറുകയിലാണ് അവർ നിന്നത്. അത് വളർന്ന് പാകമായപ്പോൾ അമ്മയുടെ നിറവും ഇവരുടെ നിറവും ഒന്നായി, സ്വർണ്ണവർണ്ണമായ വൈക്കോലും സ്വർണ്ണവർണ്ണമായ നെന്മണികളുമായി മാറി. ഈ സമയമാണ് കൃഷിക്കാരൻ വിളവെടുക്കുന്നത്. കാരണം നെന്മണികൾ മൂത്ത് പാകമാവുമ്പോൾ അത് വിളവെടുക്കും. എന്നിട്ടോ അത് കറ്റകെട്ടി വീട്ടിൽ കൊണ്ടുപോയി നെല്ല് മെതിച്ച് വൃത്തിയാക്കി ആ നെന്മണികളെയൊക്കെ അമ്മയിൽ നിന്നും, അമ്മ എന്ന് പറയുന്ന വൈക്കോലിൽ നിന്നും വേർതിരിച്ച് അവയെ പുഴുങ്ങി ഉണക്കാനിടും. ചിലരെന്ത് ചെയ്യും, പെട്ടെന്ന് വെള്ളം ഒന്ന് തോർന്ന് കിട്ടാൻ വേണ്ടി ഉണക്കാനിടും. ഇവിടെ വെള്ളം തോർന്ന് അരുണിൻ്റെ വീട്ടിലേക്ക് എത്തിയ നെന്മണിയെ ഒന്ന് വെള്ളം തോർന്ന് കിട്ടാൻ ഉണക്കാനിട്ടതായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ വക്കത്ത് നിന്നും നമ്മുടെ നെന്മണി വളരെ സൂത്രക്കാരനാണ്, അവൻ ഒരൊറ്റ ചാട്ടം പുറത്തേക്ക്. അവൻ അങ്ങനെ അവിടെ കിടന്നു. ഈ ഒരു നെന്മണി ആയതുകൊണ്ട്, കൂടുതൽ നെല്ലുള്ളത് കൊണ്ട് അരുണിൻ്റെ വീട്ടുകാരൊന്നും ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഇടവപ്പാതി ആരംഭിക്കുമ്പോൾ പുതുമഴ പെയ്തപ്പോൾ ഈ വിത്തിന് ചില മാറ്റങ്ങളുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഴ വന്ന് വിളിച്ചിരിക്കുകയാണ്, വാടാ പുറത്ത് ചാടാം. കാറ്റ് വന്ന് വിളിച്ചിരിക്കുകയാണ്, വാ പുറത്ത് ചാടാം. സൂര്യപ്രകാശം വീണ്ടും വിളിക്കുന്നു, സൂര്യൻ മുട്ടി വിളിക്കുന്നു, വരൂ പുറത്തിറങ്ങൂ. ഇത് ആ വിത്തിന് മുളയ്ക്കാനുള്ള ഒരു വിളിയാണ്. മണ്ണിൽ കുതിർന്നു കിടന്ന വിത്തിൽ ചില മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. അവൻ്റെ അകത്ത് നിന്ന് എന്തോ ഒരു ഉൾവിളി പോലെ ഉറക്കത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റു. അവൻ നോക്കുമ്പോൾ അവൻ്റെ പുറന്തോടിന് വളരെ കട്ടി കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒന്ന് കുത്തിയാൽ പൊട്ടുന്ന രൂപത്തിലാണ് അവൻ്റെ പുറന്തോൽ എന്ന് പറയുന്ന ഉടുപ്പ്. ഒന്നും ആലോചിച്ചില്ല, ഈ തിളങ്ങി നിൽക്കുന്ന സൂര്യനെ എനിക്കൊന്ന് കാണണം, എൻ്റെ അമ്മ കണ്ട ഈ ഭൂമിയെ എനിക്കൊന്ന് കാണണം. കളകളാരവം മുഴക്കി ഒഴുകുന്ന നദികളെയും പച്ചപ്പട്ടിനെ പോലെ പാടങ്ങളെ മാറ്റുന്ന മന്ദമാരുതനെയും എനിക്കൊന്ന് കാണണം. വിത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ ആദ്യം നിലത്തൊന്ന് ഉയർന്നു നിൽക്കണം, എങ്കിലേ എനിക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയൂ. അതുകൊണ്ട് നിന്ന ഭാഗത്ത് ഒന്ന് അമർന്നിരിക്കാൻ തൻ്റെ ബീജമൂലത്തിൽ നിന്നും അവൻ ആദ്യമായി ഒരു വേരിനെ പുറത്തേക്ക് തള്ളി. വേര് പുറത്തെത്തിയതും അവൻ്റെ ഉള്ളിലുള്ള വിത്ത് ഒന്നും ആലോചിക്കാതെ സടകുടഞ്ഞ് പുറത്തേക്ക് ചാടി. അവൻ പുറത്തേക്ക് എത്തി നോക്കിയപ്പോൾ വേര് നെൽച്ചെടിയെ മണ്ണിൽ പിടിച്ചു നിർത്തി. എത്ര മനോഹരം! ഇളം കാറ്റിൽ ആലോലമാടുന്ന കൂട്ടുകാരായ ചെടികളെ നോക്കി അവൻ ഉല്ലാസത്തോടെ പുഞ്ചിരിച്ചു. വളർന്ന് വലുതായി. ബാക്കിയൊക്കെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് എഴുതാം. ഇത് മാഷ് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങൾക്കും ഇതുപോലെ ഇതിനേക്കാൾ മനോഹരമായി എഴുതാൻ കഴിയുന്നവരുണ്ട്. നിങ്ങളതെല്ലാം ഒന്ന് എഴുതണം, എന്നിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം. ഞങ്ങൾ അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്.